നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തിൽ വിവാദം കടുക്കുകയാണ്. പാലക്കാട് ഉൾപ്പെടെ ഡീലാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അസംബന്ധമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചു. PD സതീശൻ ലോക റെക്കോർഡ് കിട്ടാൻ നുണ പറയുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും അത് തള്ളിക്കളി അസംബന്ധമാണെന്നും കളവാണെന്നും നുണയാണെന്നും. ദുർബലരെ നിർത്തി CPIM BJPയെ സഹായിക്കുന്നുവെന്ന ആരോപണം VD സതീശൻ അതിനിടയിലും ആവർത്തിച്ചു. ഡൽഹിയിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്ക് ഇല്ലാതാകും, വലിയ നുണയൻ MV ഗോവിന്ദനാണെന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ആവർത്തിച്ച് KC വേണുഗോപാലും അല്പം മുൻപ് രംഗത്തെത്തി. ആ 10 സീറ്റുകളിൽ CPM ദുർബലമായ അവസ്ഥയിലായതുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രമുള്ള ഈ 2020 എവിടെയൊക്കെയാണ് കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? ഇന്ത്യയിലെ ചില ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പല സ്ഥലത്തും CPM സ്ഥാനാർത്ഥികളെ പരസ്പരമുള്ള കൈമാറലാണിത്. നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കൊക്കെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ 90 ഡിഗ്രിയിൽ കുനിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇരട്ടച്ചങ്കൊന്നും ഇല്ലാതാവും, മനസ്സിലായില്ല. കോംപ്രമൈസാണ്, അവിഹിതമായ ബാന്ധവമാണ് BJP ആയിട്ട്. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാർ തിരിച്ചു, കൈ പിടിച്ച് വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആളാണ് MV ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരുള്ള ഒരാളാണ്. ഇതിനേക്കാളും വലിയ കള്ള കേരളത്തിലെ അടുത്ത കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രതിനിധി സജു ചാമക്കാലയിൽ ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സജു, ഈ CPM BJP ഡീൽ എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരാൻ UDF ക്യാമ്പ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണോ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരു അജണ്ട UDF സെറ്റ് ചെയ്ത് കഴിഞ്ഞു? GK, നമ്മൾ ആ രീതിയിൽ വിലയിരുത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കേൾക്കുന്നതാണ് CPM അതോടൊപ്പം തന്നെ BJP രഹസ്യ ബാന്ധവം ഉണ്ടെന്നുള്ളത്. അത് ഇത്തവണ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് രാവിലെ പറഞ്ഞത് മറുപടിയായിട്ടാണ് അല്പസമയം മുമ്പ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇക്കാര്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് സീറ്റിലധികം ഇവർ തമ്മിൽ ഒരു ധാരണ എത്തിയിരിക്കുകയാണ്. അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് CPM നിർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് രമേശ് പിഷാരയ്ക്ക് അവിടെ വിജയമുണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ശേഷം CPM അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തിയ പകരം BJPക്ക് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CPM ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എറണാകുളം അടക്കമുള്ള ചില സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കമ്പല അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായ 2020യെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ മത്സരരംഗത്തേക്ക് BJP വിളിച്ചിരിക്കുകയാണ്. അതായത് ദുർബലരായ 10-ലധികം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് CPMനെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും അതോടൊപ്പം തന്നെ CPMും അടിവരയിട്ട് പറയുന്ന ഇത്തരത്തിലുള്ള രഹസ്യ കൂട്ടുകെട്ട് BJPയുമായി ഉണ്ടാക്കുന്നുവെന്ന് CPM പറയുമ്പോൾ കോൺഗ്രസുമായി ഉണ്ടാക്കുന്നുവെന്നാണ് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നത്. അതിൽ VD സതീശൻ അല്ലെങ്കിൽ കോൺഗ്രസ് പക്ഷം അല്ലെങ്കിൽ UDF പക്ഷം ഇപ്പോൾ ഒരു പടി കൂടി മുൻപോട്ട് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡൽഹി ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി ഏത് രീതിയിലാണ് നിലകൊള്ളുന്നത്, പ്രത്യേകിച്ച് അമിത്ഷായെ ഉറപ്പ് തന്നെ പ്രധാനമന്ത്രിയും പറയുമ്പോൾ എല്ലായിടങ്ങളിലും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. 90 ഡിഗ്രി വളർന്നു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇരട്ടച്ചങ്ങനല്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അത് BJPയുടെ B ടീമാണെന്ന് പറയുന്നത് ഇന്ത്യയിൽ പിണറായി വിജയൻ മാത്രമേ പറയൂ എന്നുള്ള കടുത്ത ആരോപണങ്ങൾ പോലും VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. വലിയ കടുത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ സതീശൻ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. BJP CPM രഹസ്യ ബാന്ധവം പല സ്ഥലങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 10 സീറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ആ സീറ്റുകൾ കൃത്യമായിട്ട് അറിയാം. പക്ഷേ അതിപ്പോൾ മാധ്യമങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറല്ല. പക്ഷേ അത് കൃത്യമായി നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ UDFും ഒപ്പം കോൺഗ്രസും മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.